എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നവരാത്രിയിലെ 8ാം ദിവസത്തെ ദേവിയുടെ ഭാവത്തെക്കുറിച്ചാണ്. ആ ദേവിയുടെ പേര് മഹാഗൗരി ദേവി എന്നാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രഭയുള്ള അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള ദേവിയാണിത്. ദേവിയുടെ അത്ഭുതങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 7ാം ദിവസം കാഴ്ചയ്ക്ക് അല്പം പോലും മനോഹരമല്ലാത്ത, ആര് കണ്ടാലും ഭയപ്പെടുന്ന വൃത്തികെട്ട ഒരു രൂപമായിരുന്നു. പക്ഷെ 8ാം ദിവസം ആയപ്പോഴത്തേക്ക് അതിസുന്ദരിയായിട്ട് ഏവരും ഇഷ്ടപ്പെടുന്ന വളരെ സൗമ്യഭാവത്തിലുള്ള ഗൗരി ദേവിയായിട്ട് മാറുകയാണ്. അതായത് അജ്ഞതയാകുന്ന കറുപ്പിൽ നിന്ന് മാറി അറിവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നവരാത്രിയുടെ ആദ്യ 3 ദിവസങ്ങളിൽ നമുക്കറിയാം ഇച്ഛാശക്തിയുടെ പ്രതീകമായ പാർവതി ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അടുത്ത 3 ദിവസം ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കും. തുടർന്ന് വരുന്ന 3 ദിവസങ്ങൾ അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കും. നമുക്കറിയാം 8 വയസ്സുള്ള ബാലികയുടെ രൂപത്തിലാണ് പാർവതി ദേവി ആയിട്ട് അവതരിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒക്കെ ശക്തി ലഭിച്ച ദേവിയാണ്. വയസ്സ് 8 ഉള്ളെങ്കിലും അതിശക്തയാണ്. അപ്പൊ ദേവി കാനനത്തിന്റെ മനോഹാരിതയൊക്കെ കണ്ട് വൃക്ഷ ലതാദികളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നീർച്ചുഴികളിലെ ജലമെല്ലാം കുടിച്ച് ഇങ്ങനെ മനസ്സ് സന്തോഷിച്ച് നടന്നു നീങ്ങുകയാണ്. അപ്പോൾ അസുരപ്രമുഖരായ ശുംഭനിശുംഭന്മാരുടെ ഒരു ചാരൻ അല്ലെങ്കിൽ ഒരു ദൂതൻ സുഗ്രീവൻ എന്ന പേര് ഈ ദേവിയെ കാണാനിടയായി. ഉടൻ തന്നെ ഇയാള് ഈ വിവരം ശുംഭനിശുംഭന്മാരെ അറിയിക്കുന്നു. ദേവിയുടെ മനോഹാരിത വർണ്ണിച്ചത് കേട്ടപ്പോ അവർക്ക് വലിയ മോഹം, ഈ ദേവിയെ വിവാഹം കഴിക്കണം. ഉടൻ തന്നെ സുഗ്രീവനെ ദേവിയുടെ അടുത്തേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിൽ ആരെയെങ്കിലും നിർബന്ധമായും വിവാഹം കഴിച്ചേ പറ്റൂ, ഇത് നീ പോയി പറയണ്ട. അങ്ങനെ ഈ വിവരം സുഗ്രീവൻ എന്ത് ചെയ്തു, ദേവിയുടെ അടുത്ത് വർത്തിച്ചു. ദേവി അപ്പോൾ പരിഹാസത്തോടെ പറഞ്ഞു, യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കുന്ന ആളെ അല്ലാതെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. ഉടൻ തന്നെ ശുംഭനിശുംഭന്മാര് ദേവിയുമായിട്ട് യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ ദേവി ശുംഭനിശുംഭന്മാരെ പരാജയപ്പെടുത്തി വധിച്ചു. ഇങ്ങനെ ഒരു ഐതിഹ്യ കഥയുണ്ട്. ഈ 8ാമത്തെ ദിവസം, ദുർഗാഷ്ടമി ദിവസം, നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അഷ്ടൈശ്വര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ പാപങ്ങളും അകന്ന് ജീവിതം പ്രകാശപൂരിതമാകും. രാഗദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിപ്പോകും. ദേവിയുടെ 4 കൈകളിൽ ശൂലവും ഉടുക്കും, ഒരു കൈയിൽ അഭയമുദ്രയും ഒരു കൈയിൽ വരദമുദ്രയുമായിട്ടാണ് ദേവിയുടെ സ്ഥിതി. ഈ അഷ്ടമി തിഥിയുടെ അന്ന് അല്ലെങ്കിൽ ദുർഗാഷ്ടമിയുടെ അന്ന് നമുക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും പണിയായുധങ്ങളും ഒക്കെ ദേവിയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അതാണ് പൂജ വയ്പ് എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സമ്പാദിച്ചിട്ടുള്ള പാപഭാരങ്ങളുടെ ഭാണ്ഡക്കെട്ട് ദേവിയുടെ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഐതിഹ്യമായിട്ടുള്ളത്. ഇതെല്ലാം ദേവി സ്വീകരിച്ച് നമുക്ക് പുതിയ അറിവും വെളിച്ചവും അനുഗ്രഹവും ഒക്കെ നൽകുന്നതാണ് വിജയദശമി. ദേവി പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് പാപമുക്തി നൽകും എന്നുള്ള വിശ്വാസമാണ്. നമുക്ക് പുതിയ ജന്മത്തിന്റെ ഒരു ആരംഭം കുറിച്ചു തരും എന്നുള്ളതാണ് ഈ ആചാരം. ദേവിയുടെ മന്ത്രം ഓം ദേവി മഹാഗൗരിയൈ നമ, ഓം ദേവി മഹാഗൗരിയൈ നമ എന്ന ദേവിയുടെ ധ്യാന ശ്ലോകം ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധരാ ശുചി ആ ഗൗരി ശുഭം ദദ്യാത് ആ ദേവ പ്രമോദത. ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധരാ ശുചി ആ ഗൗരി ശുഭം ദദ്യാത് ആ ദേവ പ്രമോദത. അപ്പൊ എല്ലാവരും നവരാത്രിയുടെ 8ാമത്തെ ദിവസം മഹാഗൗരി ദേവിയെ പ്രാർത്ഥിച്ച് എല്ലാവിധ ദുരിതങ്ങളും ഒഴിച്ച് അനുഗ്രഹം നേടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആധ്യാത്മികമായും ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
श्वेते वृषे समारूढा श्वेताम्बरधरा शुचिः